ഹലോ ഹായ് എംപവർ 360 ലീഡേഴ്സ് ഗ്രൂപ്പിൽ ഞാൻ ശ്രീയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മധ്യാഹ്നം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റ് ടോപ്പിക്, ഒരറിവും ചെറുതല്ല. വായന നമ്മളെ ഏകാഗ്രമായ ഒന്നിലേക്ക് നയിക്കുന്നു. വായിച്ചാൽ വളരും, ചിന്തിച്ച് വിവേകം നേടുക. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വചനത്തോടു കൂടി ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റ് ടോപ്പിക്കായ ബുക്ക് റിവ്യൂ, അതായത് പുസ്തക നിരൂപണം, നമുക്ക് ആരംഭിക്കാം. ഞാൻ ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ പോകുന്ന ബുക്കാണ് സാറ ജോസഫിൻ്റെ പാപത്തറ. അതായത് സാറ ജോസഫിൻ്റെ കഥാസമാഹാരങ്ങളിൽ നിന്നും എടുത്ത ഒരു കഥയാണ് പാപത്തറ. ഈ പാപത്തറ എന്ന് പറയുന്നത് സാറ ജോസഫിൻ്റെ ഓരോ കഥകളും നോക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും. ലിംഗവിവേചനത്തിനെതിരെ, അതായത് സമൂഹത്തിലെ ആൺ പെൺ എന്നീ അസമത്വങ്ങൾക്കെതിരെ, ആണിനെയും പെണ്ണിനെയും ഒരുപോലെ കാണാൻ കഴിയാതിരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലെ കീറിമുറിച്ചുകൊണ്ട്, അതായത് നമ്മുടെ നിശ്ചിതമായ സമൂഹത്തിൽ നമ്മൾ വച്ചു പുലർത്തിയിരിക്കുന്ന നിയമങ്ങളെ മറികടന്നുകൊണ്ട് എഴുതിയ ഒരു കഥയാണ് പാപത്തറ എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. കഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. കഥ നടക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ നാരായണൻ, ലക്ഷ്മിക്കുട്ടി എന്നു പേരായ 2 ദമ്പതിമാരുണ്ട്. അപ്പോൾ ഈ ലക്ഷ്മിക്കുട്ടിക്ക് എപ്പോഴും പണിയാണ്, അതായത് വയലിൽ പണിയെടുക്കുക. അങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ഇവക്ക് പേറ്റുനോവ് വരുവാണ്, ലക്ഷ്മിക്കുട്ടിക്ക് പേറ്റുനോവ് വരുവാണ്. അപ്പം നാരായണൻ്റെ അമ്മയും നാരായണനും പെണ്ണിനെ അതായത് സ്ത്രീ വിരോധികളാണ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ വിരോധികളാണ്. അപ്പോൾ അവർക്ക് പെൺകുട്ടികൾ അതായത് പ്രസവിക്കുന്നത് ഇഷ്ടമല്ല. പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു പൊതുവായ ധാരണയുണ്ടല്ലോ, ആൺകുട്ടികളാണ് വേണ്ടത്, പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു കുടുംബത്തിന് മോശമാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അത് നിലനിൽക്കുന്നുണ്ടല്ലേ. നമുക്ക് ചിലപ്പോൾ കേരളത്തിലായതുകൊണ്ട് ചിലപ്പോൾ അത്രത്തോളം കാണാൻ പറ്റില്ല പെൺഭ്രൂണഹത്യയൊന്നും. പക്ഷേ നമ്മുടെ മുൻ തലമുറയെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്ത് നോക്കും, പെണ്ണാണോ ആണാണോ, വയറ്റിൽ കിടക്കുന്ന കുട്ടി പെണ്ണാണോ ആണാണോ. പെണ്ണാണെങ്കിൽ അതിനെ കൊന്നുകളയുക, ആണാണെങ്കിൽ അതിനെ വളർത്തിയെടുക്കുക, ഇതാണ്. പക്ഷേ നമ്മൾ അറിയുന്നില്ല, ഈ സമൂഹത്തിലെ പെണ്ണും ആണും ഉണ്ടായാൽ മാത്രമേ അടുത്തൊരു തലമുറ ഉണ്ടാകുമെന്നോ, അല്ലെങ്കിൽ സ്ത്രീ സമത്വം ഉറപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണെന്നോ. നമ്മുടെ സമൂഹത്തിൽ 2 പേരും വേണമല്ലേ, പെണ്ണും വേണം ആണും വേണം. പക്ഷെ ഈ ഒരു ധാരണ, പെണ്ണുണ്ടായിക്കഴിഞ്ഞാൽ പെണ്ണിനെ കെട്ടിച്ചേക്കണം, പെണ്ണിന് ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും, പെണ്ണിനെ പഠിപ്പിക്കാൻ കുറേ പൈസ ചിലവാക്കേണ്ടി വരും. ആണാണെങ്കിൽ ഇങ്ങനെയൊന്നുമില്ല, കുറച്ച് കാലം കഴിഞ്ഞ് അവൻ സ്വന്തം തൊഴിൽ തേടി സ്വന്തം കൂടെ നഞ്ഞോളും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ അവൾക്ക് പേറ്റുനോവ് ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ രശ്മിക്കുട്ടീനെ പെണ്ണ് പിറന്ന കൊടിച്ചി എന്നാണ് വിളിക്കുക. അപ്പം ഇവക്ക് പേറ്റുനോവ് പൊറുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവള് അമ്മേൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുകയാണ്. കാരണം തൻ്റെ വയറ്റിലുള്ള കുട്ടി പെണ്ണാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ പെണ്ണ് പ്രസവിച്ചതിനെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ അവളെ ഭർത്താവിനെ കംസ് എന്നാണ് പറയുന്നത്. അതായത് ഒന്നിക്ക് തലയടിച്ച് കൊല്ലും, അല്ലെങ്കിൽ തല എവിടെയെങ്കിലും ഇട്ട് അടിച്ച് കൊല്ലും കുട്ടികളെ, സ്വന്തം കുട്ടികളെ തന്നെ, അല്ലെങ്കിൽ കാല് പിടിച്ചടിച്ച് നിലത്തടിച്ച് കൊല്ലും. അങ്ങനെ പെൺകുട്ടികളെ, അതായത് ഒരുപാട് കുഞ്ഞു മക്കളുടെ കരച്ചിലുകൾ അവിടെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നത് അവൾക്കിങ്ങനെ ഓർമ്മ വരുവാണ്. അപ്പോൾ ഇതും പെണ്ണാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവളിങ്ങനെ അടക്കി പിടിക്കും. പക്ഷേ അവളെ പേറ്റുനോവ് അവളെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ ആ അവസ്ഥയെ, അവളെ നിസ്സഹായ അവസ്ഥയെ ആക്രമിക്കുന്നു. അതിനുശേഷം ഇവള് അമ്മേൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ വയറുവേദന വരുവാണ്, ഇങ്ങനെ പേറ്റുനോവ് വരുവാണെന്ന് പറയുന്നു. അങ്ങനെ അവർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പെണ്ണ് പിറന്ന കൊടിച്ചി, പെണ്ണിനെ പ്രസവിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കൊടുക്കണം,
അപ്പം നാട്ടിലെ ആൾക്കാരെല്ലാം പറയും, നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നേ, അവൾ പ്രസവിച്ചോട്ടെ, പ്രസവിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഇവളെ നമ്മൾ പ്രസവെടുക്കാൻ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലും ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് അങ്ങനൊരു അവസ്ഥയില്ല. അന്ന് പേറ്റിച്ചികളാണ് കുഞ്ഞുങ്ങളെ എടുക്കുക, പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അതിൽ എന്തെങ്കിലും കൈപ്പിഴ വന്നാൽ കുട്ടിക്ക് വല്ല വൈകല്യങ്ങളോ അല്ലെങ്കിൽ കുട്ടി മരിച്ചു പോകാൻ വരെ സാധ്യതകളുണ്ട്. ഇന്ന് സ്കാനിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അന്ന് അങ്ങനെയില്ല. അങ്ങനെ പേറ്റിച്ച് വരുന്ന സമയത്ത് ഇവക്ക് ഓർക്കാൻ പോലും വയ്യ. അതായത് ഈ പേറ്റിച്ചിൻ്റെ ഒരു രൂപത്തെ വർണ്ണിക്കുന്നുണ്ട് അവിടെ, എന്ന് വെച്ചാൽ ഭയങ്കര ഒരുമാതിരി ഭയങ്കര ദ്രംഷ്ടയിലുള്ള, അതായത് പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലും, പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലും. അങ്ങനെയുള്ള ഇവള് ഈ പേറ്റിച്ചിനെ ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ ഇങ്ങനെ ഇവക്ക് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ കിടന്ന് ഉരുളുവാണ്. അപ്പം ഈ പേറ്റിച്ച് പറയും, അനങ്ങല്ല ദിഷ്മിക്കുട്ടി, അനങ്ങല്ല ദിഷ്മിക്കുട്ടി, അനങ്ങാതെ കിടന്ന് ഇപ്പം പുറത്തു വരും ദിഷ്മിക്കുട്ടിയെ എന്ന് പറയും. അപ്പം ഇവക്കിങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല, ഇവള് ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നാരായണൻ്റെ അമ്മ വന്നിട്ട് പറയും, എന്താ ഇങ്ങനെ അലറും, അതായത് എന്താണ് നിനക്കൊന്ന് അടങ്ങിക്കിടന്നൂടെ, ഇപ്പം കഴിയൂലേ, പ്രസവിക്കുന്ന പെൺകുട്ടികൾ സൗണ്ട് ഉണ്ടാക്കിക്കൂടെ, അതായത് അവർക്കൊന്നും ഉറക്കെ കരയാൻ പോലുള്ള അവകാശമില്ല. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെല്ലാം ഇങ്ങനെ കൂടും, ദക്ഷ്മിക്കുട്ടി പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് ഈ നാരായണൻ്റെ അമ്മ എന്ത് ചെയ്യാം, ഇങ്ങനെ കാണാൻ വേണ്ടി വിടൂല. അങ്ങനെ ലാസ്റ്റ് ഇവള് പെണ്ണിനെ പ്രസവിക്കും. അപ്പോൾ പെണ്ണിനെ പ്രസവിക്കുന്ന സമയത്ത് ഇവക്ക് ഉറപ്പാണ് സ്വന്തം ഭർത്താവോ സ്വന്തം അമ്മയോ കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടീനെ കൊല്ലും എന്നുള്ള കാര്യം. അങ്ങനെ ഇവള് ആ സമയത്ത് ഇവളെ അവസ്ഥയും ഇതൊക്കെ കാണുമ്പോൾ പേറ്റിച്ചിയുടെ മനസ്സലിയുന്നുണ്ട്. അങ്ങനെ ഇവള് പറയാണ്, ഒരു പേറ്റിച്ചിൻ്റെ പേരും കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ പേറ്റിച്ചിയോട് പറയാണ്, ചേച്ചി ഇങ്ങനെ പെണ്ണ് പൂക്കുന്ന നാട്ടിൽ എൻ്റെ കുഞ്ഞിനെ ആരും കാണാതെ ഒളിപ്പിച്ച് കൊണ്ടുപോയിട്ട് അവിടെ വളർത്തുമോ എൻ്റെ പേറ്റിച്ചി എന്ന് പറയുന്നുണ്ട്. അവൾ നിസ്സഹായ അവസ്ഥയിൽ പെണ്ണ് പൂക്കുന്ന നാട്ടിൽ, അതായത് ഇവിടെ ആൺ മാത്രമേ പൂക്കുള്ളൂ, പിന്നെ പെണ്ണ് പൂക്കുന്ന ഏതെങ്കിലും ഒരു നാട്ടിൽ പെണ്ണിനെ കൊണ്ട്, ഈ കുഞ്ഞു ഭാവനെ കൊണ്ട് ആരും കാണാതെ വല്ല പഞ്ഞിയിലൊക്കെ കെട്ടി നല്ല ശുശ്രൂഷിച്ച് കൊണ്ടുപോയി വളർത്താൻ പറ്റുമോ? ഞാൻ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ കുട്ടി അവിടെ വളർന്നോട്ടെ, പെണ്ണ് പൂക്കുന്ന ഒരു നാടുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹം ഈ കഥ വരുന്നത് പെണ്ണെഴുത്ത് എന്ന് പറയുന്ന സച്ചിദാനന്ദൻ അവതാരിക എഴുതിയിട്ടുള്ള സാറ ജോസഫിൻ്റെ കഥാസമാഹാരങ്ങളിൽ വരുന്ന കഥയാണ്. അപ്പം ആ കഥ എഴുതിയിട്ടുള്ളത് ഈ ഒരു 2000 സംതിങ്ങിലാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കഥ എഴുതണമെങ്കിൽ ഇന്നും നമ്മുടെ ഇടയിൽ ഒരു പെണ്ണ് പൂക്കുന്ന നാട് ഇല്ലാതായിട്ടുണ്ട് എന്നല്ലേ അതിൻ്റെ ഒരു ആന്തരിക അർത്ഥം. അതാണ് ഈ കഥ ഉദ്ദേശിക്കുന്ന മറ്റൊരു തലം, അതാണ്. അതായത് നമുക്ക് ഇപ്പോഴും പെണ്ണിനെ അപ്സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല, ലിംഗവിവേചനങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ സാറാ ജോസഫിൻ്റെ ഒരുപാട് കഥകളുണ്ട്. അല്ലാഹയുടെ പെൺമക്കളായാലും സ്കൂട്ടർ എന്നുള്ള കഥയായാലും പിന്നെ അങ്ങനെ കുറേ കഥകളുണ്ട്. അതിലൊക്കെ സ്ത്രീ സ്വാതന്ത്ര്യം എങ്ങനെയൊക്കെ ഹനിക്കപ്പെടും. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇപ്പോഴ് നമുക്കതിനെക്കുറിച്ച് ബോധ്യമുണ്ടെന്ന്. പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ എന്താണ് നടക്കുന്നത്? വീണ്ടും സ്ത്രീ എപ്പോഴും ഇപ്പോൾ ഒരു മീറ്റിങ്ങുകൾ പോയാൽ പുരുഷൻ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിളിക്കാൻ തുടങ്ങും, അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വിളിക്കാൻ വേണ്ടി തുടങ്ങും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പാത്രങ്ങളോട് മല്ലടിക്കണം. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അവൾ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവൾ സുരക്ഷിതയല്ലേ, അല്ലെങ്കിൽ അവൾ എന്താണ്, അവൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നുണ്ടല്ലോ, അവൾ പൊതുമണ്ഡലത്തിൻ്റെ ഭാഗമാവുന്നുണ്ടല്ലോ എന്നെല്ലാം വിചാരിക്കും. പക്ഷേ അവൾ ഒരേ സമയം ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും തിരിച്ചെത്തിയിട്ട് അവൾക്കൊരു മോചനവുമില്ല. അവൾക്ക് കുടുംബത്തിലെ കാര്യങ്ങൾ വീണ്ടും ചെയ്യണം. ഇതിൽ തന്നെ സാറാ ജോസഫ് ഒരു കഥയിൽ പറയുന്നുണ്ട്, അതായത് എൻ്റെ ഭർത്താവിൻ്റെ അടിവസ്ത്രങ്ങൾ അലക്കാനും പാത്രങ്ങളോട് മല്ലൊടിക്കാനും
മാത്രമാണ് ഒരു സ്ത്രീയുടെ അവസ്ഥ എന്ന് പറയുന്നത്. നേരെ മറിച്ച് അവൾക്ക് തടാകങ്ങളും കടലുകളും നേബിൾ അമ്മായിയുടെ വീടും ഒക്കെ അതൊക്കെ ഒരു പ്രതിബിംബമാണ്. അതിനൊക്കെ സ്വപ്നം കാണാൻ വേണ്ടി മാത്രമേ സാധിക്കുള്ളൂ. തടാകം എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ കടൽ എന്ന് പറയുന്ന സമയത്ത് അതിങ്ങനെ ഒഴുകി നടക്കും. അല്ലെങ്കിൽ ഒരു പക്ഷിയാവാൻ പോലും അവൾക്ക് കഴിയില്ല എന്നാണ് സാറ ജോസഫ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥയിൽ നിന്നും എന്തൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീ സമത്വം എത്രത്തോളം ഉറപ്പാക്കുന്നുണ്ടെന്ന് നമ്മൾ തന്നെ ബോധവാന്മാരാകുക. എനിക്ക് ഏറെക്കുറെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ള, അതായത് സ്ത്രീകളുടെ ഉള്ളിലുള്ള, നമ്മൾ വിചാരിക്കും ഇപ്പോൾ രാത്രി 12 മണിക്ക് കഴിഞ്ഞാൽ സ്ത്രീ വീട്ടിൽ കയറുമ്പോൾ നമ്മളെ മനസ്സിലാണ് പെട്ടെന്ന് ഉദിക്കുക. അതായത്, ഓ, ഇത്രയും സമയം കഴിഞ്ഞിട്ട് ഇവള് കയറുന്നേ എന്ന ഒരു സംഭവം നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നത് കൊണ്ടാണ് അവിടെ ഈ ഇത്ര സമയം കഴിഞ്ഞ് കയറിയാൽ മോശമല്ലേ എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള നിയമങ്ങൾ, സ്ത്രീക്കെതിരെ നിൽക്കുന്ന പല നിയമങ്ങളും, അതായത് സോക്കോൾഡ് സമൂഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പല നിയമങ്ങളും ഇല്ലായ്മ ചെയ്യാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.